ടൂറിസ്റ്റ് വിസയിലോ വിസിറ്റ് വിസയിലോ യുഎയിൽ എത്താൻ പ്ലാൻ ചെയ്യുന്നവർ ഇക്കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നല്ല പണിയിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് മെയ് 24 ഫ്രൈഡേ. നാട്ടിൽ നിന്നും യുഎയിൽ എത്തുന്ന സമയത്ത് ഈ കുറച്ച് ദിവസമായിട്ട് ദുബായ് എയർപോർട്ടിൽ നിന്നൊക്കെ നേരിടേണ്ടി വരുന്ന ക്വസ്റ്റൻസിനെ കുറിച്ച് ഒരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പുതിയൊരു അപ്ഡേഷൻ കൂടി പറയാനുണ്ട്. ഇപ്പൊ ദുബായ് എയർപോർട്ടിൽ നിന്നും മാത്രമല്ല, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് കൊച്ചി, കാലിക്കറ്റ് ഉൾപ്പെടെയുള്ള എയർപോർട്ട് അധികൃതരും ഇതേ ക്വസ്റ്റനും ഇതേ ഡോക്യുമെന്റ്സും തന്നെ ചോദിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്ന ഡോക്യുമെന്റ്സിനും അവർ ചോദിക്കുന്ന ക്വസ്റ്റനും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വീട്ടിലേക്ക് തന്നെ മടങ്ങി പോകേണ്ടി വരും. ഇവിടെ ദുബായ് എയർപോർട്ടിൽ നിന്നും ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നാട്ടിലേക്ക് തന്നെ മടങ്ങുന്ന സമയത്ത് അവർ ദുബായ് വരെ എത്തിയ എയർലൈൻ ഏതാന്ന് ചെക്ക് ചെയ്തിട്ട് ഈ ഫൈന് കാര്യങ്ങളൊക്കെ എയർലൈൻസിനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എയർലൈൻസും കട്ട സ്ട്രിക്റ്റിലാണ് ഉള്ളത്. അപ്പോൾ എയർലൈൻസിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയല്ല നമ്മൾ നാട്ടിലേക്കുള്ള ടിക്കറ്റ് പ്രൈസ് ഒന്നും പറയാതെ പോകുന്നത്. മഴക്ക് കാരണം നാട്ടിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നവർ നാട്ടിലേക്കുള്ള ടിക്കറ്റ് പ്രൈസ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുറച്ച് എമൗണ്ട് കൂടിയിട്ടുണ്ട്. എനിവേ, ഹാവ് എ നൈസ് ഡേ.